വിനോദ് സർ, ഏറ്റവും ഒടുവിൽ ഇതാ പുടിൻ പറയുകയാണ്, ആകപ്പാടെ ഉള്ളത് ഒരു നേരിയ ബന്ധമാണ്, അതും കൂടി കളയരുതെന്ന്. എന്ന് വെച്ചാൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധത്തെ അവിടെ പുടിൻ സൂചിപ്പിക്കുന്നുണ്ട്. ട്രംപിന്റെ നിലവിലുള്ള തീരുമാനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. നിരന്തരം ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ ലോകത്തിന് ആകപ്പാടെ ഭീഷണിയാവുകയാണ്. കാരണം റഷ്യ ഒരു പക്ഷെ അമേരിക്കയ്ക്ക് മേൽ അല്ലെങ്കിൽ ട്രംപിന് മേൽ എന്ത് തീരുമാനമെടുക്കും, അതെല്ലാം ലോകരാജ്യങ്ങളെ കൂടി ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ട്രംപ് പുടിൻ വിഷയം കൂടുതൽ വഷളാകാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ഏറ്റവും ഒടുവിൽ പുടിൻ പറഞ്ഞിരിക്കുന്ന ചില പരാമർശങ്ങളെ എങ്ങനെ വിലയിരുത്താം? നീത്തു, ഒരു വളരെ ഗുരുതരമായ സാഹചര്യമാണ് ലോകക്രമത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. 2025 ഒക്ടോബർ 5-ന് വ്ളാഡിമിർ പുടിൻ അമേരിക്കയ്ക്ക് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് ഉക്രൈനിലേക്ക് ഈ ടോമഹാക്ക് മിസൈലുകൾ എന്ന് പറയുന്ന ക്രൂയിസ് മിസൈലുകൾ നൽകാൻ US തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് എന്തുകൊണ്ടാണ് ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനെ റഷ്യ എതിർത്തെന്ന് പറഞ്ഞാൽ, ഇത്തരം വലിയ നശീകരണ ശക്തിയുള്ള ആയുധങ്ങൾ നേറ്റോയ്ക്ക് ഉള്ളത് കൊണ്ട് അത് റഷ്യക്ക് വലിയ ഭീഷണിയാകുമെന്നായിരുന്നു എന്നും റഷ്യ പറഞ്ഞിരുന്നത്. ഈ ടോമഹാക്ക് ക്രൂയിസ് മിസൈലുകൾ സാധാരണഗതിയിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൊടുക്കാറില്ല. അതായത് അമേരിക്ക അങ്ങനെ സാധാരണ നേറ്റോ രാജ്യങ്ങൾക്ക് ചിലപ്പം അവരുടെ സംഘടിത ശക്തിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നേറ്റോയ്ക്ക് പുറത്തുള്ള രാജ്യത്ത് പൊതുവെ വലിയ ദൂരത്തിൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ സാധാരണഗതിയിൽ രാജ്യങ്ങൾ കൈമാറില്ല. അത് പ്രത്യേകിച്ച് ഇവയ്ക്കൊക്കെ വളരെ ശക്തിയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ആയുധങ്ങളാണ്. അപ്പൊ അത് വളരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് റഷ്യ കാണുന്നത്. ഇത് റഷ്യ അമേരിക്ക ബന്ധം നശിപ്പിക്കുമെന്ന്. ഒന്നാമത് വളരെ ചെറിയ ഒരു നേരിയ ബന്ധം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇത് നടന്നാൽ, ഈ ടോമഹാക്ക് മിസൈലുകൾ പുടിന് കൊടുത്താൽ, നമ്മുടെ ഉക്രൈന് കൊടുത്താൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ഈ സോച്ചിയിൽ നടന്ന 22ാമത് വാൾഡായ് ഇന്റർനാഷണൽ ഡിസ്കഷൻ ക്ലബിലെ സമ്മേളനത്തിന് ശേഷം പുടിൻ പറഞ്ഞത്. ഇതിനകത്ത് പറഞ്ഞത് പ്രസ്താവനയുടെ ഉള്ളടക്കം വളരെ ഗൗരവകരമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചെറിയതെങ്കിലും ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡിനെ നശിപ്പിക്കരുത് എന്നാണ് പുടിൻ പറഞ്ഞത്. അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ചെറിയതായിട്ടുള്ള പോസിറ്റീവ് ട്രെൻഡിനെ ദയവ് ചെയ്ത് നശിപ്പിക്കരുത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് ചെറുതായിട്ടെങ്കിലും അമേരിക്ക റഷ്യ ബന്ധം ഒന്ന് മെച്ചപ്പെട്ടത്. ജോ ബൈഡന്റെ കാലത്ത് ബന്ധം വളരെ വഷളായെങ്കിലും ഇപ്പോൾ അതൊരു പുനരുജ്ജീവനത്തിന്റെ പാതയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ പുടിൻ അലാസ്ക സന്ദർശിക്കാനൊക്കെ ഒരു കാരണം. പക്ഷേ അമേരിക്കയുടെ ഈ ടോമഹാക്ക് മിസൈലുകൾ നൽകാനുള്ള നീക്കം ഇതെല്ലാം തകർക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി എന്താണ് ഈ ടോമഹാക്ക് മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയാം. ഈ അമേരിക്കൻ നാവികസേനയുടെ ദീർഘദൂര മിസൈലാണ്, ക്രൂയിസ് മിസൈലാണ് ടോമഹാക്ക് മിസൈല്. ഇതിന്റെ പരമാവധി പരിധി എന്ന് പറയുന്നത് 2500 കിലോമീറ്ററാണ്. ഇത് നേവിയുടേതാണെങ്കിലും ഇത് കടലിൽ നിന്നും വിക്ഷേപിക്കാം, അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാം, നിലത്തു നിന്നും കരയിൽ നിന്നും വേണമെങ്കിലും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വളരെ കൃത്യതയോടെ ആക്രമണം നടത്തുവാൻ കഴിവുള്ള മിസൈലുകളാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനിൽ ഇത്തരം മിസൈലുകൾ വരുന്നത് വൻ സുരക്ഷാ ഭീഷണിയാണെന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇതിനകത്ത് ഇത്തരത്തിലുള്ള ദീർഘദൂര ആയുധങ്ങൾ യുദ്ധരംഗത്തെത്തുമ്പോൾ ചെറിയ ഒരു മിസ്റ്റേക്ക്, ഒരു മിസ്കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ പോലും വളരെ വിപുലമായ യുദ്ധത്തിലേക്ക് വഴിതെളിക്കും. അതായത് ഇത്രയും നാൾ ഭാവിയിൽ ഉക്രൈനെ റഷ്യയോടുകൂടി ചേർക്കണമെന്നുള്ളതിന്റെ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് റഷ്യ യുദ്ധം ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു മിസൈലുകൾ വരികയാണെങ്കിൽ വളരെ ശക്തമായ സൈബർ ആക്രമണങ്ങൾ, പ്രോക്സി യുദ്ധങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ ഉക്രൈന് നേരെ അഴിച്ചുവിടാൻ റഷ്യയെ പ്രേരിപ്പിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ആണവശേഷിയുള്ള രാജ്യങ്ങൾ പുതിയ പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കാൻ മത്സരിക്കാറുണ്ട്. പക്ഷേ അവ മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറുന്നത് വളരെ റെയറാണ്. അപ്പൊ ഇതെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ആംസ് കൺട്രോൾ ട്രീറ്റി എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. പ്രത്യേകിച്ച് റഷ്യ അമേരിക്കയും തമ്മിലുണ്ട്. വലിയ ദീർഘദൂര മിസൈലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുക എന്നുള്ളത് വളരെ നാളുകളായിട്ട് ചെയ്തുകൊണ്ടുവന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരം ആയുധ നിയന്ത്രണ കരാറുകളുടെ
അന്ത്യത്തിന് ഇത് വഴിതെളിക്കും എന്നാണ് ലോകം ഭയക്കുന്നത്. മാത്രമല്ല, ഈ യൂറോപ്പിലുള്ള നാറ്റോ രാജ്യങ്ങൾ ഇതിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ വലുതാണ്. ഏഷ്യയും ചൈനയും ഇതുപോലെ ദീർഘദൂര മിസൈലുകൾ ഉള്ള രാജ്യങ്ങൾ, അവരും നാളെ തുടങ്ങി ഇത് സാധാരണഗതിയിൽ ഇത്തരം മിസൈലുകൾ മറ്റൊരു രാജ്യത്തിന് കൊടുക്കാറില്ല. ഇപ്പോ നമുക്കറിയാം, തുർക്കിയും നമ്മളുമായിട്ട് അത്ര നല്ല ബന്ധമല്ല. നമ്മൾ സൈപ്രസിനും ഗ്രീസിനും ഇത്തരം ആയുധങ്ങൾ നമ്മൾ കൊടുത്താൽ എന്തായിരിക്കും തുർക്കിയുടെ അവസ്ഥ? അപ്പൊ ഇങ്ങനെ ഒരു വലിയ ആയുധ വിപണന മത്സരം ഒക്കെ നടക്കുവാൻ ഇതൊരു വഴിമഴുത തെളിക്കും എന്നുള്ളത് നമ്മൾ മറക്കരുത്. മാത്രമല്ല, ഈ ടോമഹോക്ക് മിസൈലുകൾ ഉക്രൈനിൽ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ റഷ്യ തങ്ങളുടെ ആണവ പ്രതിരോധ നയം കൂടുതൽ കടുപ്പിക്കാനാണ് സാധ്യത. ഇതോടെ നമ്മുടെ ലോകത്ത് പണ്ടൊരു കോൾഡ് വാർ ഉണ്ടായിരുന്നു. റഷ്യൻ സൈഡും അമേരിക്കൻ സൈഡും തമ്മിൽ വളരെ നാളുകൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ധാരാളം കോൾഡ് വാർ, ആ സമയത്ത് അതിനെ കോൾഡ് വാർ എന്നാണ് പറഞ്ഞിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അവസാനിച്ചിരുന്നു. പക്ഷെ ഇതോടുകൂടി അതിൻ്റെ ഒരു പുനരാവിഷ്കരണം ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. മാത്രമല്ല, ഈ മഹാശക്തികളുടെ ഇത്തരത്തിലുള്ള അധികാര പോരാട്ടം ഐക്യരാഷ്ട്രസഭയെ തികച്ചും ദുർബലമാക്കും, നേറ്റോയെ ദുർബലമാക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിന്റെ ആണവ പ്രതിരോധ നിയന്ത്രണം, മനുഷ്യാവകാശമൊക്കെ ലംഘിക്കപ്പെടുമെന്നുള്ള വലിയ വലിയ ആശങ്കകൾ ഇന്ന് ലോകം മുഴുവൻ പുടിന്റെ ഈ പ്രസ്താവനയും അമേരിക്കയുടെ ഈ ടോമഹാക്ക് മിസൈൽ സപ്ലൈയിലും കൂടി വീണ്ടും പുനരുജ്ജീവിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും പുടിൻ ഈ പറഞ്ഞതിന്റെ ഒരു ലക്ഷ്യം? അത് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, അമേരിക്ക പ്രസിഡന്റിനും അമേരിക്കക്കാർക്കുമിടയിൽ അവർക്ക് ഒരു വലിയ മാനസിക സമ്മർദ്ദവും നൽകാൻ ഇത് പുടിനെ സഹായിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്ക റഷ്യയുമായിട്ട് ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും ഈ ടോമഹാക്ക് മിസൈലുകൾ. കാരണം ഈ ടോമഹാക്ക് മിസൈൽ വളരെ സ്പെസിഫിക് ആയിട്ട് ട്രെയിനിങ് ആവശ്യമുള്ളതാണ്. ഒന്നുകിൽ അമേരിക്കയുടെ സൈനികർ വന്ന് ഇത് വിടാൻ സഹായിക്കണം, അല്ലെങ്കിൽ ഉക്രൈനിലെ സൈനികരെ ഇത് വിടാനുള്ള പരിശീലനം അമേരിക്ക കൊടുക്കും. പുടിൻ പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ വൃത്തങ്ങൾ പറയുന്നത്, ഇങ്ങനെ അമേരിക്ക ചെയ്യുകയാണെങ്കിൽ റഷ്യയെ അമേരിക്ക ആക്രമിക്കുന്നതിന് തുല്യമായി അത് കണക്കാക്കപ്പെടും എന്നാണ്. അതായത് റഷ്യ വളരെ കൃത്യമായി ഒരു റെഡ് ലൈൻ വരയ്ക്കുകയാണ്. നമുക്കറിയാം, പണ്ട് ക്യൂബയിൽ റഷ്യൻ മിസൈലുകൾ ഡിപ്ലോയ് ചെയ്തെന്നൊരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അമേരിക്ക ഇതുപോലെ ഒരു അൾട്ടിമേറ്റം പ്രഖ്യാപിച്ചാണ്. അവിടെ ഈ ക്യൂബയിൽ റഷ്യയുടെ മിസൈലുകൾ എത്തിയാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും. എന്നിട്ട് അവസാനം അത് റഷ്യ പിൻവലിക്കുകയായിരുന്നു. അതുപോലെ ഇപ്രാവശ്യം തിരിച്ച് റഷ്യ ഒരു ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ടോമഹാക്ക് മിസൈലുകൾ കൊണ്ട് ഉക്രൈനിൽ വയ്ക്കുകയാണെങ്കിൽ അതൊരു വലിയ യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കപ്പെടും എന്നുള്ളത്. ഇത് വലിയ ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾക്കും മറ്റ് രാജ്യങ്ങൾക്കും ഒക്കെ അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് ഈ ലോക രാജ്യങ്ങൾ എടുക്കേണ്ട നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ US, റഷ്യ, ഉക്രൈൻ, നാറ്റോ മധ്യസ്ഥ ചർച്ചകൾ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആയുധ നിയന്ത്രണ ചർച്ചകൾ പുനരാരംഭിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയും ചൈനയും പോലുള്ള വളരെ പ്രബലരായ രാഷ്ട്രങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ ആയുധം ഒരു രാജ്യത്തിന് കൊടുക്കുമ്പോൾ എന്ത് കാര്യത്തിനാണ് അത് കൊടുക്കുന്നത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അവരുടെ മറ്റേ സൈഡിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത് ലോക സമാധാനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഐക്യരാഷ്ട്ര സംഘടന എത്ര ബലഹീനമാണെങ്കിലും ഇതിൽ വളരെ ശക്തമായ തീരുമാനങ്ങളും ഇടപെടലുകളും നടത്താൻ സമയമായി. ഇത് പുടിന്റെ ഈ പ്രസ്താവന ഒരു ഡിപ്ലോമാറ്റിക് മുന്നറിയിപ്പ് മാത്രമായിട്ട് കരുതരുത്, വളരെ ശക്തമായ ആഗോള ഭീഷണിയുടെ ഒരു സൂചനയാണ്. ഈ ടോമഹാക്ക് മിസൈലുകൾ ഉക്രൈനിൽ എത്താതിരിക്കുന്നതാണ് റഷ്യക്കും അമേരിക്കയ്ക്കും ലോകരാജ്യങ്ങൾക്കും നല്ലത്. അത് ഈ 2025 സംഭവിക്കാൻ പോകുന്ന ഒരു ഇരുണ്ട യുഗത്തിന്റെ ആരംഭത്തിന്റെ തുടക്കമായി കൂടുന്നില്ല. അപ്പൊ ഇതാണ് ഈ റഷ്യയുടെ ടോമഹാക്ക് മിസൈലുകൾ ഉക്രൈന് കൊടുക്കുന്നതിനെ കുറിച്ച് താൽക്കാലികമായിട്ട് എനിക്ക് പറയാനുള്ളത്.
എന്തായാലും ഈ ടോമഹോക്ക് മിസൈലുകൾ ഉക്രൈന് നൽകുന്നതിൽ റഷ്യ വളരെ വളരെ അമേരിക്കയ്ക്കെതിരായ വിമർശനമാണ് ഉയർത്തുന്നത്. ഈ തരത്തിൽ പുടിൻ ട്രംപ് വിഷയം കൂടുതൽ വഷളാവുകയാണെങ്കിൽ അമേരിക്ക ചെയ്യുന്ന ചില കാര്യങ്ങളോട് റഷ്യ പ്രകടിപ്പിക്കുന്ന വിമുഖത കൂടുതൽ പരസ്യമായി അവർ പ്രകടിപ്പിക്കുകയാണെങ്കിൽ വിനോദ് സാർ അവസാനിപ്പിച്ചതുപോലെ ഒരു മഹാദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പണ്ടുണ്ടായിരുന്ന കോൾഡ് വാർ വീണ്ടും പുനരാവിഷ്കരിക്കാനുള്ള ഒരു ശ്രമമാണോ ഈ ഇരു രാജ്യങ്ങളും നടത്തുന്നത് എന്ന് വരെ തോന്നിപ്പോയേക്കാം ഇത്തരം സംഭവങ്ങൾ, ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.